ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജിനി ഹരിദാസ്, അഖിൽ മാരാർ, റിയ സലീം എന്നിവർ ജഡ്ജസായും റനീഷ അവതാരകയായും ആദ്യ എപ്പിസോഡ് തുടങ്ങിക്കഴിഞ്ഞു. ഈ അഗ്നിപരീക്ഷയിൽ മത്സരിക്കാനെത്തുന്നത് 40 മത്സരാർത്ഥികളാണ്. 40 മത്സരാർത്ഥികളിൽ നിന്നും ആദ്യ ദിവസം 20 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അഗ്നിപരീക്ഷയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി അവതാരകയായ റനീഷ 3 ജഡ്ജസിനെയും ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഫ്ലോറിലേക്ക് വിളിക്കുന്നത് റിയ സലീമിനെയാണ്. കോമണേഴ്സിന്റെ ലൈഫ് ചേഞ്ച് ആവാൻ പോകുന്ന ഒരു മൊമെന്റ് ആണിതെന്നും കേരളത്തിലെ മലയാളികൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് കൂടി ആയിരിക്കുമെന്നും റിയ സലീം പറയുന്നുണ്ട്. രണ്ടാമതായി അഖിൽ മാരാറെ ഫ്ലോറിലേക്ക് വിളിക്കുകയാണ്. അഖിലിനെ പോലെ നല്ലൊരു വിന്നർ ഈ വരുന്ന 40 പേരിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന റനീഷയുടെ ചോദ്യത്തിന് എന്നേക്കാൾ മികച്ചൊരു വിന്നർ വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹമെന്നാണ് അഖിൽ മാരാറും മറുപടി പറയുന്നത്. മൂന്നാമതായി ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുന്നത് രഞ്ജിനി ഹരിദാസിനെയാണ്. അഗ്നി പരീക്ഷയിലേക്ക് എത്തുന്ന കോമണേഴ്സ് എന്തൊക്കെ സ്ട്രാറ്റജീസും പേഴ്സണാലിറ്റീസും കുതന്ത്രവും മന്ത്രവുമായിട്ടാണ് വരുന്നതെന്നറിയാൻ ക്യൂരിയസ് ആണെന്നാണ് രഞ്ജിനി പറയുന്നത്. അവരെ 3 പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് ജഡ്ജിംഗ് സീറ്റിലേക്ക് ഇരുത്തി അവരോട് അവിടെ ഇരുന്ന് അടിയുണ്ടാക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് റനീഷ 40 മത്സരാർത്ഥികളെ സ്വീകരിക്കാനായി മറ്റൊരു ഫ്ലോറിലേക്ക് പോവുകയാണ്. ആദ്യമായി റനീഷ വെൽക്കം ചെയ്യുന്നത് ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത 30 കോമണേഴ്സിനെയാണ്. പിന്നീട് മൈജി ഫ്യൂച്ചർ ഫാസ്റ്റ് ട്രാക്ക് ഓഡിഷനിലൂടെ തിരഞ്ഞെടുത്ത 5 പേരെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി വൈറ്റ് ഗോൾഡിന്റെ ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ അഗ്നി പരീക്ഷയിലേക്ക് അവസരം ലഭിച്ച 5 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. അഗ്നി പരീക്ഷയിലെ 40 മത്സരാർത്ഥികളും എത്തുമ്പോൾ അവരിൽ നിന്നും 20 പേരെ തിരഞ്ഞെടുക്കാനായി മണിച്ചിത്ര താഴെ എന്ന ടാസ്ക് അവർക്ക് നൽകുകയാണ്. ആ ടാസ്ക് വിജയകരമായി നേരിടണമെങ്കിൽ അവരുടെ മുന്നിലുള്ള പൂട്ട് തുറക്കണം. പക്ഷെ അവിടെ 20 പൂട്ടുകൾ മാത്രമേയുള്ളൂ. ആദ്യം പൂട്ട് തുറക്കുന്ന 20 പേർ മാത്രമായിരിക്കും ആ ടാസ്കിലെ വിജയികൾ. ഒരു വശത്ത് വ്യത്യസ്ത ടാഗുകൾ അടങ്ങിയ 20 പൂട്ടുകൾ ഉണ്ടാവും. മറുവശത്ത് നിരവധി താക്കോലുകൾ പൂട്ടിയിട്ടിട്ടുണ്ടാവും. 20 താക്കോലുകളിൽ മാത്രം ഓരോ ക്ലൂ ഉണ്ടായിരിക്കും. പൂട്ടിലെയും താക്കോലിലെയും ക്ലൂകൾ വ്യക്തമായി വിശകലനം ചെയ്ത് ഏത് താക്കോൽ ഏത് പൂട്ടിനാണെന്ന് കണ്ടെത്തി പൂട്ട് തുറക്കുക എന്നതാണ് അവരുടെ ദൗത്യം. എല്ലാവരും അടയാളപ്പെടുത്തിയ മാർക്കിൽ നിൽക്കുകയും അറിയിപ്പ് ലഭിക്കുമ്പോൾ ഓടി താക്കോലിന്റെ ഭാഗത്തേക്ക് ചെന്ന് താക്കോലിലെ ടാഗ് ഇളക്കി മാറ്റി ക്ലൂ ഉള്ള താക്കോലാണ് ലഭിച്ചതെങ്കിൽ അതുമായി ഓടി പൂട്ടിന്റെ ഭാഗത്തേക്ക് ചെന്ന് ക്ലൂവിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ പൂട്ട് തുറന്ന് പിന്നീട് പൂട്ട് തുറന്ന മത്സരാർത്ഥികൾ അടയാളപ്പെടുത്തിയ മാർക്കിൽ പോയി നിൽക്കുകയും ചെയ്യുക എന്നതാണ് അഗ്നിപരീക്ഷയിലെ അവരുടെ ആദ്യ ടാസ്ക്. അങ്ങനെ 40 മത്സരാർത്ഥികളും വളരെ ആവശ്യത്തോടുകൂടി ആ ടാസ്കിൽ പങ്കെടുക്കുകയാണ്. ക്ലൂ ഉള്ള കീ കിട്ടിയ മത്സരാർത്ഥികൾ പൂട്ട് കണ്ടെത്തി തുടർന്ന് അവർക്കായി അടയാളപ്പെടുത്തിയ മാർക്കിൽ ചെന്ന് നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു ലേഡി കണ്ടസ്റ്റന്റിന് മാത്രം ശരിയായ ക്ലൂ കിട്ടിയിട്ടും താക്കോൽ ഉപയോഗിച്ച് ആ പൂട്ട് തുറക്കാൻ കഴിയുന്നില്ല. അതിനിടയിൽ ഒരു മത്സരാർത്ഥി അവളെ സഹായിക്കാനായി ആ കീ വാങ്ങി പൂട്ട് തുറക്കാൻ ശ്രമിക്കുകയും അവൾ അത് പ്രശ്നമാക്കുകയും റനീഷ അതിലിടപെട്ട് ക്ലൂ അടങ്ങിയ താക്കോലും പൂട്ടും കിട്ടിയ ആ ലേഡി കോണ്ടസ്റ്റന്റിനെ 20ാമത്തെ മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കുകയാണ്. 20 മത്സരാർത്ഥികളെയും കൺഗ്രാസ് ചെയ്ത് ആരെങ്കിലും കള്ളപരിപാടി കാണിച്ചാണോ കയറിയതെന്ന് ചെക്ക് ചെയ്യാനായി റനീഷ അവരുടെ അരികിലേക്ക് ചെന്ന് കുറച്ച് മത്സരാർത്ഥികളോട് അവർക്ക് കിട്ടിയ ക്വസ്റ്റ്യനും ആൻസറും ചോദിക്കുകയാണ്. മലയാളം സിനിമ ഡയലോഗുകളും അതിന്റെ സിനിമകളുമായിരുന്നു ക്വസ്റ്റ്യനും ആൻസറുമായി കൊടുത്തിരുന്നത്. കുറച്ചാളുകളുടെ എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി റനീഷ അവരെ സ്വാഗതം ചെയ്ത് അഗ്നി പരീക്ഷയുടെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ നേരം ബാക്കിയുള്ള 20 മത്സരാർത്ഥികളോട് അവർക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെന്നവർ വിളിച്ചു പറയുമ്പോൾ അവരുടെ കാര്യം ഇനി എന്താണെന്ന് തനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവരെ കൂടുതൽ വിഷമത്തിലാക്കി വിന്നേഴ്സായ 20 മത്സരാർത്ഥികളെയും കൊണ്ട് അഗ്നി പരീക്ഷയുടെ ഫ്ലോറിലേക്ക് പോവുകയാണ്. ജഡ്ജസ് അവരെ സ്വീകരിക്കുമ്പോഴേക്കും എത്ര പേര് ഭാഗ്യം കൊണ്ടും കഴിവുകൊണ്ടും ജയിച്ചുവെന്ന് വിശ്വസിക്കുന്നുവെന്ന് അഖിൽ മാരാർ ചോദിക്കുന്നുണ്ട്. അതിൽ കഴിവുകൊണ്ട് വിജയിച്ചവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും കൈ ഉയർത്തി കാണിക്കുന്നത്. അവസാനം പ്രശ്നമുണ്ടായി കയറിയ പൂജ എന്ന മത്സരാർത്ഥിയോട് പൂജയ്ക്ക് സംഭവിച്ച ടാസ്കിൽ നിന്ന് തനിക്ക് എന്താണ് മനസ്സിലാക്കി തരാനുള്ളതെന്ന് അഖിൽ മാരാർ ചോദിക്കുകയാണ്. ലോക്ക് തുറക്കാൻ നോക്കിയപ്പോൾ അത് ജാമായിരുന്നുവെന്നും പരിചയമുള്ള പയ്യൻ ചോദിച്ചപ്പോൾ താൻ കൊടുത്തുവെന്നും തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലോ എന്നോർത്ത് താൻ കൊടുത്തതാണെന്നും അതിൽ നിന്നും ഒരാളെ പോലും വിശ്വസിക്കരുതെന്ന് താൻ മനസ്സിലാക്കിയെന്നും പൂജ പറയുന്നുണ്ട്. അങ്ങനെ മത്സരാർത്ഥികളെല്ലാം റനീഷ അവരവരുടെ സീറ്റുകളിലേക്ക് ഇരുത്തുകയാണ്. 20 പേർക്കുമായി അവിടെ ഒരു സർപ്രൈസ് ഒരുക്കുകയാണ്. ബിഗ് ബോസ് ഗാനത്തിനൊപ്പം ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് അങ്ങോട്ടെത്തുകയാണ്. റനീഷ ആ പെൻഡന്റിനെ കുറിച്ച് വിവരിക്കുകയാണ്. ഒരുപാട് ശക്തിയും പ്രിവിലേജുമുള്ള ഒരു പെൻഡന്റാണ്. മത്സരാർത്ഥികളുടെ പ്രകടനം ബേസ് ചെയ്ത് ജഡ്ജസ് അതവർക്ക് സമ്മാനിക്കുമെന്നും പറഞ്ഞ് റനീഷ ആ പെൻഡന്റ് സുരക്ഷിതമായി
അവിടെ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഒരു ഗ്ലാസ് ബോക്സിനകത്തിട്ട് വെക്കുന്നുണ്ട്. പിന്നീട് റനീഷ ആ പെൻഡന്റിനെ കുറിച്ച് വിവരിക്കുകയാ. ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവറും പ്രിവിലേജുമാണ് ആ പെൻഡന്റിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നതെന്നും ഒരു വ്യക്തിയെക്കുറിച്ച് ജഡ്ജസ് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ പെൻഡന്റ് കൊടുക്കണോ വേണ്ടയോ എന്നത് ആ പെൻഡന്റ് ബോക്സിന്റെ കളർ തീരുമാനിക്കും. അതായത് ബോക്സിന്റെ കളർ റെഡ് ആവുകയാണെങ്കിൽ അവർ അതിന് അർഹരല്ലെന്നും ഗ്രീൻ ആവുകയാണെങ്കിൽ ആ പേഴ്സണ് ആ പെൻഡന്റ് സ്വന്തമാവുകയും ചെയ്യും. അതിൽ അവർക്ക് ഒരുപാട് പ്രിവിലേജസ് കിട്ടുമെന്നുമാണ് പറയുന്നത്. പിന്നീട് ജഡ്ജസിനോട് 20 മത്സരാർത്ഥികളിൽ നിന്നും 3 ടീമായി തിരിയാൻ പറയുകയാണ്. അങ്ങനെ അവർ റാൻഡം ബേസിസിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ഷനിടയിലും റിയാസിനായിട്ട് ഒരു പണി കൊടുക്കുകയാണ് അഖിൽ മാരാർ. സീസൺ 4-ൽ റിയാസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത സമയത്ത് ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ റിയാസിനെ അടിച്ചു വീഴ്ത്തിയെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അഖിലിന്റെ ചോദ്യത്തിന് ഷാനോ തോമസ് എന്ന വ്യക്തി കൈപൊക്കുകയാ. അഖിൽ അവനെ തന്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് മറുപടിയായി റിയാസും അഖിൽ മാരാറിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കെ അനഘ ചന്ദ്രൻ കൈപൊക്കുകയാ. അവളെ റിയാസ് തന്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യുകയാണ്. അഖിലേട്ടാ, അതൊരു റിവെഞ്ച് ആയിരുന്നു എന്ന് റനീഷ് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങളിലൂടെ അവർ 3 ടീമായി സെപ്പറേറ്റ് ആവുകയാണ്. രഞ്ജിനി ഹരിദാസിന്റെ ടീമിൽ മുഴുവൻ പെൺപടയായിരുന്നു. റിയാസിന്റെ ടീമിൽ നിന്നും റിയാസിനെ പോലെ പ്രോമിസിംഗ് ഗെയിം ചേഞ്ചറായി ആരെയാണ് തോന്നുന്നതെന്ന റനീഷയുടെ ചോദ്യത്തിന് പൂജയെയാണ് റിയാസ് സെലക്ട് ചെയ്യുന്നത്. രഞ്ജിനിയോടായി ആരെയാണ് ടീമിൽ നിന്നും ഫിയർലെസ് പേഴ്സണായി തോന്നുന്നതെന്ന ചോദ്യത്തിന് എല്ലാ പെണ്ണുങ്ങളും പ്രോമിസിംഗ് ഫിയർലെസ് പേഴ്സണായി മാറണമെന്നാണ് തന്റെ ആഗ്രഹമെന്നാണ് രഞ്ജിനി മറുപടി പറയുന്നത്. അഖിലിനെ എല്ലാവരും കാണുന്നത് റഫ് ആൻഡ് ടഫ് ആയിട്ടാണെന്നും അഖിലിന്റെ ടീമിൽ നിന്ന് റഫ് ആൻഡ് ടഫായി തോന്നുന്നത് ആരെയാണെന്നുള്ള ചോദ്യത്തിന് ഷിജിൽ എന്ന വ്യക്തിയെയാണ് അഖിൽ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാസിന്റെ ടീമിനെ മാത്രം അവിടെ നിർത്തി ബാക്കി 2 ടീമിനെയും സീറ്റിലേക്ക് പറഞ്ഞയക്കുകയാണ് അവതാരക. ടാസ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരോട് സ്വയം പരിചയപ്പെടുത്താനായി പറയുകയാണ്. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് തൃശൂരിൽ നിന്നുള്ള RJ അനഘയാണ്. മാതൃഭൂമി ക്ലബ് FM-ൽ RJ ആയി വർക്ക് ചെയ്യുന്ന അനഘ തന്റെ സ്ട്രെങ്ത് ആയി പറയുന്നത് ഗുഡ് ലിസണർ എന്നാണ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് ചതിക്കാൻ പറ്റുമെന്നതാണ് തന്റെ വീക്ക്നെസ് ആയി അനഘ പറയുന്നത്. അവളോട് ബിഗ് ബോസിനകത്തെ പേഴ്സണൽ കണ്ടസ്റ്റന്റ് ആരാണെന്ന റിയാസിന്റെ ചോദ്യത്തിന് അഖിൽ മാരാറെയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നാണ് അവൾ പറയുന്നത്. അഖിലിന്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആളല്ലേന്ന് റിയാസിന്റെ ചോദ്യത്തിന് അഖിൽ മാരാറിന്റെ പുറത്തുള്ള പൊളിറ്റിക്സ് തനിക്ക് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞതെന്നാണ് അനഘ വ്യക്തമാക്കുന്നത്. അടുത്തതായി റഷ പാലത്തിങ്കലാണ് പരിചയപ്പെടുത്തുന്നത്. പ്രൊഫഷണലി ഒരു സോഷ്യൽ വർക്കറായ അവൾ ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഡാൻസിങ്ങും മോഡലിംഗും ഒക്കെ ചെയ്യുന്ന റഷ സെൽഫ് ഡിറ്റർമിനേഷൻ കൊണ്ടാണ് ഈ വേദിയിലെത്തിയതെന്നും അതുതന്നെയാണ് തന്റെ സ്ട്രെങ്ത് എന്നും പറയുകയാണ്. അടുത്തതായി തൃശൂരിൽ നിന്നെത്തിയ പൂജ ശരത് എന്ന ഹൗസ് വൈഫാണ് പരിചയപ്പെടുത്തുന്നത്. വെറുമൊരു ഹൗസ് വൈഫായ തന്നെ തിരഞ്ഞെടുത്തെങ്കിൽ തന്റെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ടെന്നും കരച്ചിൽ വന്നാൽ താൻ കരയുമെന്നും ദേഷ്യം വന്നാൽ താനും അത് പ്രകടിപ്പിക്കുമെന്നും ആരെന്തൊക്കെ പറഞ്ഞാലും തനിക്കതൊരു പ്രശ്നമല്ലെന്നും പൂജ പറയുന്നുണ്ട്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് മോഡലായ ഷിബിനെയാണ്. കണ്ണൂരിൽ നിന്നും താൻ അഗ്ലിയാണെന്നൊരു അപകർഷതാബോധം തനിക്കുണ്ടായിരുന്നുവെന്നും ബ്രൗൺ സ്കിൻ ഗേളായ തനിക്ക് ബിഗ് ബോസിൽ എത്താൻ പറ്റുമെന്ന് തെളിയിക്കാനാണ് താൻ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ സ്ട്രെങ്തായി അവൾ പറയുന്നത് കോൺഫിഡൻസ് ആണ്. ഹൃതിക് റോഷന്റെ കൂടെ അവളൊരു ആഡ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. അതാണ് തന്നെ കോൺഫിഡന്റ് ആക്കിയതെന്നും ഫെയിലിയറിൽ വിശ്വസിക്കുന്നില്ലെന്നും അവൾ പറയുകയാണ്. പിന്നീട് ജിം ട്രെയിനറായ മലപ്പുറത്തു നിന്നുള്ള അഭിരാമാണ് പരിചയപ്പെടുത്തുന്നത്. ജിം ട്രെയിനറായ താൻ ആ ജോലി ഉപേക്ഷിച്ചാണ് ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നതെന്നാണ് അഭിരാം പറയുന്നത്. എന്തിന് മലയാളികൾ അഭിറാമിനെ കാണണം എന്ന റിയാസിന്റെ ചോദ്യത്തിന് ഐ തിങ്ക് ഐ ക്യാൻ എന്റർടൈൻ ദം എന്നാണ് അഭിറാമിന്റെ മറുപടി. അടുത്തതായി ആസിയ നൗറിൻ ഫ്രം ആലുവയാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. ആങ്കറും സ്റ്റുഡന്റുമായ ആസിയ കോൺഫിഡൻസ് ആണ് തന്റെ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. പിന്നീട് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പ്രണവ് ഫ്രം തിരുവനന്തപുരമാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. തന്റെ സ്കിൽസ് തന്നെയാണ് തന്റെ സ്ട്രെങ്ത് എന്നാണ് അവൻ പറയുന്നത്. ഡാൻസ്, ചിത്രം വര, കളരിപ്പയറ്റ് എന്നിവയാണ് തന്റെ സ്കിൽസ് എന്നും തന്റെ കൂടെ നിന്ന് ഫേക്ക് ഗെയിം കളിക്കുന്നവരെയാണ് തനിക്ക് പേടിയുണ്ടെന്നതാണ് തന്റെ വീക്ക്നെസ് എന്ന് പ്രണവ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കുറിച്ചുള്ള ഐഡിയ കിട്ടിയതിനു ശേഷം അവരെ ടാസ്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഓരോരുത്തർക്കും 5 സ്കെയിലും 21 കപ്പും കൊടുത്തിരിക്കുക. അതുപയോഗിച്ച് അവർ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ടാക്കണം. അങ്ങനെ സ്കെയിൽ വെച്ച് 6 ലെയേഴ്സ് ഉണ്ടാക്കണം. 1 ഗ്ലാസ് വെച്ചാണ് ആ ഗെയിം തുടങ്ങേണ്ടതെന്നും റനീഷ് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ബസർ അടിക്കുന്നതോടുകൂടി അവർ ആവശ്യത്തോടെ ടാസ്ക് തുടങ്ങുകയാണ്. കറക്റ്റായി കംപ്ലീറ്റ് ചെയ്തിട്ടും അതിനിടയ്ക്ക് ഓരോരുത്തരുടേത് മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ബസർ അടിക്കുമ്പോഴേക്കും വിൻ ചെയ്യുന്നത് 3 പേരാണ്. ബാക്കിയുള്ള 4 പേർ ഡേഞ്ചർ സോണിലേക്ക് പോവുകയാണ്. ഡേഞ്ചർ സോണിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നും റനീഷ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഡേഞ്ചർ സോണിന് ഔട്ട് ഹൗസ് എന്ന് പേരിടുകയാണ്. അഭിറാം, അനഘ, പ്രണവ് എന്നീ 3 പേരാണ് ആ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 4 പേരെ അവരുടെ ഔട്ട് ഹൗസ് എന്ന സെക്ഷനിലെ സീറ്റിലേക്ക് ഇരുത്തുകയാണ്. ആ 4 പേർക്കും ഓരോ റെഡ് ബാൻഡ് നൽകുകയാണ്.
പിന്നീട് വിജയിച്ച 3 പേരിൽ നിന്നും ആർക്കാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടാൻ പോകുന്നതെന്ന് പറയുകയാണ്. 3 പേരിൽ നിന്നും ഇൻഫിനിറ്റി പെൻഡന്റിനായി നന്നായി ടാസ്ക് ചെയ്ത പ്രണവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് അഗ്നി പരീക്ഷയിലെ ആദ്യത്തെ ഇൻഫിനിറ്റി പെൻഡന്റ് സ്വന്തമാക്കുകയാണ് പ്രണവ്. റിയാസ് തന്നെ അതവന്റെ കഴുത്തിൽ അണിയിക്കുന്നുണ്ട്. അടുത്തതായി രഞ്ജിനി ഹരിദാസിന്റെ ടീമിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. ആ പെൺപടയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അവരോട് സ്വയം പരിചയപ്പെടുത്താനായി പറയുന്നുണ്ട്. ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നയന ബാലകൃഷ്ണൻ ഫ്രം മലപ്പുറം. മോഡലും ആങ്കറുമായ അനഘ 19 വയസ്സ് തൊട്ട് തുടങ്ങിയ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും പിന്നീടത് ഡൈവോഴ്സ് അതിനെക്കുറിച്ചുമെല്ലാം പറയുകയാണ്. കോൺഫിഡൻസ് ആണ് തന്റെ സ്ട്രെങ്ത് എന്നും തന്റെ മോനാണ് തന്റെ വീക്ക്നെസ് എന്നും അനഘ പറയുന്നുണ്ട്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് സാബിറ ഷെരീഫ് ഫ്രം കണ്ണൂർ. മോഡലായ അവൾ 2 കല്യാണം കഴിച്ചെന്നും 2 കല്യാണവും ഫ്ലോപ്പായതിനാൽ 2 കുട്ടികളെയും കൊണ്ട് സ്വസ്ഥമായി ജീവിക്കുന്നയാളാണെന്നും എവിടെ കൊണ്ടു ചെന്നിട്ടാലും താൻ സർവൈവ് ചെയ്യുമെന്നതാണ് തന്റെ സ്ട്രെങ്ത് എന്നും സെൻസിറ്റീവ് ആണെന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും അവൾ പറയുന്നു. പിന്നീടെത്തുന്നത് അഡ്വക്കേറ്റായ അമൃത എസ് ഫ്രം കൊല്ലം. തമിഴ്നാട്ടിലാണ് താൻ ജനിച്ചതും വളർന്നതുമെന്നും 22-ാം വയസ്സിലെ വിവാഹ ജീവിതത്തിന് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇപ്പോഴും ഡൈവോഴ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഫിയർലെസ് വുമൺ എന്നതാണ് തന്റെ സ്ട്രെങ്ത് എന്നും സെൻസിറ്റീവ് എന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും അവൾ പറയുന്നുണ്ട്. പിന്നീടെത്തുന്നത് വർഷ അന്ന വിജയ് ഫ്രം ആലപ്പുഴ. ആരെയും ബോധർ ചെയ്യാറില്ല എന്നതാണ് തന്റെ സ്ട്രെങ്ത് എന്നും തൊട്ടാൽ കരയും എന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും അവൾ പരിചയപ്പെടുത്തുക. ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണെന്ന രഞ്ജിനിയുടെ ചോദ്യത്തിന് രഞ്ജിനി ചേച്ചി എന്നതാണ് അവൾ മറുപടി പറയുന്നത്. പിന്നീട് പാലക്കാട് നിന്നുള്ള രചന എന്ന HR കൺസൾട്ടന്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ലിസണിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് എന്നതാണ് തന്റെ സ്ട്രെങ്ത് എന്നും ഇമോഷണൽ ആണെന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും അവൾ പറയുന്നുണ്ട്. അടുത്തതായി മോഡലായ ആരാധ്യ ടിയ ആന്റണി ഫ്രം തിരുവനന്തപുരം. സ്വയം പരിചയപ്പെടുത്തുന്നതിനിടയിൽ ഫാമിലിയെ കുറിച്ച് പറഞ്ഞവൾ സ്വയം ഇമോഷണൽ ആവുകയാണ്. അമ്മ തനിച്ചാണ് തന്നെ വളർത്തിയതെന്നും ക്യാബിൻ ക്രൂ ആവുക എന്നതായിരുന്നു തന്റെ സ്വപ്നമെന്നും പക്ഷേ ഫാമിലിക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് ഫീൽഡ് തിരഞ്ഞെടുത്തെന്നും സ്ട്രെങ്തായി താൻ കരുതുന്നത് ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 18 വയസ്സിൽ തന്നെ ഈ ഷോയിൽ എത്തി എന്നതാണ്. വീക്ക്നെസ്സായി പറയുന്നത് ആരോട് പിണങ്ങിയാലും അങ്ങോട്ട് ചെന്ന് ഇണങ്ങുന്നതാണ്. അടുത്തതായി പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റായ തിരുവനന്തപുരത്തു നിന്നുള്ള പാർവതിയാണ്. ഡിറ്റർമൈൻഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് പേഴ്സൺ എന്നാണ് തന്റെ സ്ട്രെങ്തായി പാർവതി പറയുന്നത്. ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണെന്നതാണ് വീക്ക്നെസ്സായി പറയുന്നത്. അവർ 7 പേരെയും കുറിച്ചുള്ള ഐഡിയ കിട്ടി കഴിയുമ്പോഴേക്കും ടാസ്കിലേക്ക് കടക്കുകയാണ്. ടാസ്കിൽ അവർക്കെല്ലാവർക്കും വളയങ്ങൾ നൽകുകയും ഇൻ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നതിനു പകരം ജഡ്ജസിന്റെയും റനീഷയുടെയും പേരുകൾ പറയുമെന്നും അഖിൽ എന്നാൽ ഇൻ, റനീഷ എന്നാൽ ഔട്ട്, രഞ്ജിനി റൈറ്റ്, റിയാസ് ലെഫ്റ്റ്. 7 പേരിൽ ഫസ്റ്റ് ഔട്ടാവുന്ന 2 പേർ പുറത്ത്. അങ്ങനെ ടാസ്ക് തുടങ്ങുമ്പോഴേക്കും ആദ്യം തന്നെ ആരാധ്യ ഔട്ടാവുകയാണ്. റനീഷ, അഖിൽ, റിയാസ്, രഞ്ജിനി, റനീഷ പേരുകൾ വിളിച്ച് പറയുമ്പോഴേക്കും അവർ വളയങ്ങൾക്കകത്തേക്കും പുറത്തേക്കും ലെഫ്റ്റും റൈറ്റുമെല്ലാം ചാടി കളിക്കുകയാണ്. രണ്ടാമതായി നയനയും പുറത്താവുകയാണ്. അങ്ങനെ ആ ടീമിൽ വിന്നറാവുന്നത് പാർവതിയാണ്. ആ ടാസ്കിലെ വിജയിയായ പാർവതിക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിക്കുകയാണ്. അടുത്തതായി അഖിൽ സെലക്ട് ചെയ്ത ടീമിനെ ടാസ്കിനായി വിളിക്കുകയാണ്. അവർ 6 പേരും സ്വയം പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി എറണാകുളത്തു നിന്നുള്ള എൽദോയാണ് പരിചയപ്പെടുത്തുന്നത്. ഉറച്ച നിലപാടുകളാണ് തന്റെ സ്ട്രെങ്ത് എന്നും ഒന്നും മറക്കാതെ വാശിയോട് നിൽക്കുമെന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും എൽദോ പറയുന്നുണ്ട്. അടുത്തതായി പാലക്കാട് നിന്നുള്ള അമൻ മോഹനാണ് പരിചയപ്പെടുത്തുന്നത്. അമ്മയാണ് തന്റെ സ്ട്രെങ്ത് എന്നും വീക്ക്നെസ് ഒന്നും തനിക്കില്ലെന്നുമാണ് അവൻ പറയുന്നത്. അടുത്തതായി ഡാൻസ് കോച്ചായ ഷിജിൻ ഫ്രം തിരുവനന്തപുരം. ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറുമായ തനിക്ക് ഒരു ഡാൻസ് അക്കാദമി ഉണ്ടെന്ന് കുട്ടിക്കാലത്ത് അമ്മ തന്നെയും കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും ഇപ്പോൾ താൻ ഈ ബിഗ് ബോസിന്റെ ഫ്ലോറിൽ എത്തി നിൽക്കുന്നതാണ് തന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നാണ് ഷിജിൻ പറയുന്നത്. എല്ലാവരെയും വിശ്വസിക്കുന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും പറയുന്നുണ്ടവൻ. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് നിന്നുള്ള ബിജു തോമസ് ആണ്. മേക്കപ്പ് ആർട്ടിസ്റ്റായ താൻ ഒരു തെരുവിൽ ജീവിച്ചു വളർന്നയാളാണെന്നും തെരുവിൽ നിന്നും എത്തി ബിഗ് ബോസിന്റെ അഗ്നി പരീക്ഷ ഫ്ലോറിൽ എത്തി നിൽക്കുന്നതാണ് തന്റെ സ്ട്രെങ്ത് എന്നും മെയിൻ ബലഹീനത കഞ്ഞിയും ചമ്മന്തിയുമാണെന്നാണ് അവൻ പറയുന്നത്. അടുത്തതായി ഇടുക്കിയിൽ നിന്നുള്ള ഷാനോ തോമസ്. മോഡലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ഷാനോ തോമസ് ഐ എം വെരി സ്ട്രോങ് എന്നതാണ് തന്റെ സ്ട്രെങ്ത് എന്നും ഇമോഷണൽ ഡിപ്പെൻഡൻസി ഇല്ല എന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും അവൻ പറയുന്നു. പിന്നീട് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നിന്നുള്ള IT പ്രൊഫഷണലായ അപർണ സുരേഷ് ആണ്. UAE നിന്ന് വരുന്ന അവൾ ഒരു എഞ്ചിനീയർ ആണെന്നും സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെരി ബോൾഡ് ആൻഡ് ഒപ്പീനിയൻ ആൻഡ് എൻജോയ് കോമ്പറ്റീഷൻ. നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നതാണ് തന്റെ വീക്ക്നെസ് എന്നും അവൾ പറയുകയാണ്. 6 പേരും പരിചയപ്പെടുത്തി കഴിയുമ്പോഴേക്കും അവർക്കുള്ള ടാസ്ക് തുടങ്ങുകയാണ്. അതൊരു ബസർ ടു ബസർ ടാസ്ക് ആയിരുന്നു. ഓരോരുത്തർക്കും 5 ഗ്ലാസ് വീതവും കുറച്ച് ബോൾസും അവിടെ വെച്ചിട്ടുണ്ട്. ബസർ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആരാണോ ഏറ്റവും കൂടുതൽ ബോൾസ് ഗ്ലാസിനകത്തേക്ക് നിക്ഷേപിക്കുന്നത് അവരായിരിക്കും അതിന്റെ വിന്നർ. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ടേബിളിൽ ബൗൺസ് ചെയ്തിട്ട് വേണം ആ ബോള് ഗ്ലാസിനകത്തേക്ക് ഇടാൻ. 2 തവണ ബൗൺസ് ചെയ്യാൻ പറ്റില്ല.
ആ മത്സരത്തിനൊടുവിൽ അപർണയും ഷാനോ തോമസും ഔട്ട് ഹൗസിലേക്ക് പോവുകയാണ്. മത്സര വിജയിയായി ഇൻഫിനിറ്റി പെൻഡന്റ് വാങ്ങിക്കുന്നത് ഷിജിനാണ്. അങ്ങനെ 3 ടാസ്കുകൾക്കുമൊടുവിൽ ഔട്ട് ഹൗസിൽ 8 മെമ്പേഴ്സും ഇൻഫിനിറ്റി പവർഫുൾ പെൻഡന്റ് കിട്ടിയ 3 കാൻഡിഡേറ്റ്സുമാണ് ഉള്ളത്. മണിച്ചിത്രത്താഴ് ടാസ്കിൽ നിന്നും പുറത്തായ 20 പേരെ കൂടി മത്സരത്തിൽ പങ്കെടുപ്പിക്കുമെന്ന തീരുമാനവുമായാണ് ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 8ന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.